തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. നിക്ഷേപകന്റെ മകളോട് തന്റെ ദയനീയാവസ്ഥ അനിൽ പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. ആദ്യം ആ ശബ്ദശകലങ്ങളിലേക്ക്. ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ഒന്ന് സംസാരിപ്പിക്കണം, എന്നെ അവിടെ വിളിപ്പിക്കട്ടെ. തന്നെ ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ, അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി CA എടുത്ത് സംസാരിക്കുമ്പോൾ CA വിളിച്ചോളൂ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ എങ്ങോ എത്തിയില്ല, കൊച്ചു പിള്ളേർ. മെഗ്ന മുരളി തിരുവനന്തപുരത്തും ചെയ്തു. മെഗ്ന, വേണ്ടപ്പെട്ടവർ ബാങ്കിൽ നിന്ന് ആവോളം ലോൺ എടുത്തു, നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനായില്ല. പാവം അനിൽ അതെല്ലാം സ്വയം ഏറ്റെടുത്ത് ഒടുക്കം നിസ്സഹായനായി ജീവൻ ഒടുക്കി. എന്താണ് ഈ ശബ്ദശകലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? വിശദാംശങ്ങൾ. തീർച്ചയായും സുഹൈൽ, കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തിരുമലയിൽ നിന്ന് കൗൺസിലറായി വിജയിച്ച ആളായിരുന്നു തിരുമല അനിൽ. അതിനുശേഷം ഈ സഹകരണ സംഘത്തിലെ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ BJP നേതൃത്വത്തിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് തന്നെ സഹായിക്കേണ്ടവരാരും സഹായിച്ചിരുന്നില്ല, ഈ ബോർഡ് അംഗങ്ങളടക്കം സഹായിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിക്ഷേപകന്റെ കിടപ്പ് രോഗിയായിട്ടുള്ള നിക്ഷേപകന്റെ മകളാണ് നമ്മൾ ഈ കേട്ട ഓഡിയോ സന്ദേശത്തിൽ സംസാരിക്കുന്നത്. അതിൽ ഇവർ അടച്ച തുക, ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു ചോദിക്കുന്നു. പക്ഷേ അത് കൊടുക്കാനുള്ള ഒരു നിവൃത്തി ഇപ്പോൾ ആ സഹകരണ സംഘത്തിനില്ല, അത് പ്രസിഡന്റ് ആയിരിക്കുന്ന തനിക്കും ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ അവസാന നാളുകളിലെ ഈ സെപ്റ്റംബർ 20-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനു മുന്നേ അവസാന നാളുകളിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ്. അതിൽ താൻ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിക്ഷേപകരുടെ വീട്ടിൽ താൻ പോയി, പക്ഷെ അതിലൊരു അനുകൂല പ്രതികരണം ഉണ്ടാകുന്നില്ല. ഈ ബോർഡ് അംഗങ്ങളിൽ ഭൂരിഭാഗവും BJP നേതൃത്വ നിലയിലുള്ളവരാണ്. ആത്മഹത്യക്ക് മുമ്പ് അനിലിന്റെ ഒരു ശബ്ദശകലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിക്ഷേപകയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശമാണ്. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഏറെ നിർണായകം കൂടിയാണ് ഈ ശബ്ദ സന്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.